ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തക്കല പാലസിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. കന്യാകുമാരിയിൽ ഒരു ദിവസം അവിടെ ഞങ്ങൾ താമസിച്ചു. അങ്ങനെ കന്യാകുമാരിയിലെത്തി ബീച്ചിനോട് ചേർന്നുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. NKR റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. പക്ഷെ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. നമുക്ക് ആ തൊട്ടടുത്ത് തന്നെയാണ്, ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. നല്ലൊരു ഹോട്ടലുമാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിവേകാനന്ദ പാറ കാണാനായിട്ട് ആദ്യം പോയി. അങ്ങനെ വിവേകാനന്ദ പാറയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഭയങ്കര ക്യൂ ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബോട്ടിൽ വിവേകാനന്ദ പാറ കാണാനായിട്ട് അങ്ങ് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നല്ല കാലാവസ്ഥയായിരുന്നു, അതായിരുന്നു ഏറ്റവും നല്ലത്. വെയിലില്ല, മഴയില്ല, ചൂടില്ല, എല്ലാം കൊണ്ടും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ വിവേകാനന്ദ പാറ കാണാനായിട്ട് പോയി. അവിടെ പോയി ഒത്തിരി സമയം അവിടെയൊക്കെ ഇരുന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് കാണാൻ.
പറയുന്നത് പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നു. അസ്തമയം കാണാനായിട്ട് വന്നായിരുന്നു. പക്ഷെ ചെറിയൊരു മഴക്കാറ് പോലെയുള്ളത് കൊണ്ട് അസ്തമയം കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അതിലെല്ലാം നടന്ന് ബീച്ചിൻ്റെ തിരമാലയൊക്കെ കണ്ടുകൊണ്ട് ഒരു 8, 8:30 വരെ ഞങ്ങൾ ബീച്ചിൽ തന്നെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാ റൂമിലേക്ക് പോയത്. ഒത്തിരി കാണാനുണ്ട്. ഒത്തിരി കച്ചവടക്കാരും എല്ലാം ഒത്തിരി കടയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാനായിട്ട്. തിരയെ എണ്ണിക്കൊണ്ടിരിക്കാം. പിന്നെ ഇങ്ങനെ കച്ചവടക്കാരെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓരോ സാധനങ്ങൾ വിൽക്കാൻ വച്ചേക്കുന്നതും പിള്ളേർ കളിക്കണതും എല്ലാം കണ്ട് രസിക്കാനുള്ള ഇതുണ്ട്. സമയം പോകുന്നതേ അറിയത്തില്ല. 8:30, 9 മണി വരെ ഞങ്ങളതിലെ ഇങ്ങനെ നടക്കുകയാ ചെയ്തേ. പക്ഷേ അസ്തമയം കാണാൻ പറ്റിയില്ല. അതുപോലെ ചെറിയ മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റി. കാലാവസ്ഥ നല്ലായിരുന്നു. പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. വർത്താനം പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾക്കൊരു പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി. ഒരു ടീമായിട്ട് പാലക്കാട്ട് നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവരായിട്ടും പരിചയമായി. അങ്ങനെ കുറേശ്ശെ അവരുടെ കൂടെയും കുറച്ച് നേരമൊക്കെ നിന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്സിനെ അവിടെ നിന്നും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം കൊടുത്ത് ഞങ്ങളങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നു. അവര് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ പക്ഷേ നേരത്തെ പോന്നു. ഞങ്ങൾക്ക് വേറെ അത് കഴിഞ്ഞിട്ട് വേണം തിരുനെൽവേലി വഴി ഞങ്ങൾക്ക് വരേണ്ടത്. അത് കാരണം ഞങ്ങൾ പിന്നെ അങ്ങനെ നേരെ പിന്നെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് പോന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് വേറെ 2, 3 പേരെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരല്ലേ. ഹായ് ചേച്ചി. ഹായ്. ആ 2 പേരെയും ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടി. അവരും കുറേ നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ അങ്ങ് തിരുനെൽവേലിക്ക് പോവുകയാണ്. തിരുനെൽവേലിക്ക് പോകുന്ന വഴിയാണ് ഈ സല്ലാപം പൂവിനെയൊക്കെ കാണുന്നത്. ഇത് സല്ലാപം സിനിമയിൽ ഇങ്ങനെ ഒത്തിരി കാണാമായിരുന്നു. വൈറ്റ് കളർ ഇങ്ങനെ പൂവ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്ന വഴി അതൊത്തിരി ഉണ്ടായിരുന്നു. അതിന് ഞാൻ പറയണ സല്ലാപം പൂവെന്നാ. അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. കണ്ടത്തിൻ്റെ സൈഡിലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ വൈറ്റ് ഇതിലായിട്ടുള്ളൊരു പൂവ്. എന്തോ ഒരു പുല്ലുചെടിയുടെ പൂവാട്ടോ. അതെന്താന്ന് എനിക്കും കറക്റ്റ് അറിയില്ല. സല്ലാപം പൂവെന്നാ ഞങ്ങളൊക്കെ പറയുന്നേ. പിന്നെ പോകുന്ന വഴി മുഴുവൻ കാറ്റാടിപ്പാടാണ്. കാറ്റാടിപ്പാടം ഒത്തിരി ഉണ്ട്. കാണാൻ നല്ല രസാട്ടോ. കാറ്റാടിപ്പാടം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഉണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങളേതായാലും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം തിരുനെൽവേലിയിലായിരുന്നു. അവിടെ അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാ ചെയ്തേ.